ക്യാമറയും ലെൻസുകളൊക്കെ കയ്യിലുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് ഇതിലൊക്കെ ഫംഗസ് വരിക എന്നുള്ളത്. പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഫംഗസ് വരാൻ വളരെ എളുപ്പമാണ്. ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആ ലെൻസ് മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. കാരണം അതിൻ്റെ ക്വാളിറ്റി പോകും. പിന്നെ നമ്മളിത് തുടക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി തുടച്ച് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പഴയ ക്വാളിറ്റിയോ ഫോക്കസിൻ്റെ സ്പീഡൊന്നും പഴയ പോലെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതായത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിനൊരു പരിഹാരമായിട്ടാണ് ആൻബോണൊക്കെ ഇറക്കുന്ന ഇതുപോലത്തെ ഡ്രൈ ക്യാബിനറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഡ്രൈ ക്യാബിനറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചൂടാക്കൊന്നുമില്ല. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഹ്യൂമിഡിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് കളയും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ പോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു വിൻഡോ പോലെ സാധനം കാണാം. ഉള്ളിലുള്ളത് വലിച്ചിട്ട് പുറത്തേക്ക് കളയുക ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ നമ്മൾ ഈ പ്ലഗിൽ കുത്തി കൊടുത്തിട്ട് പ്ലഗിൻ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഫുൾ ഡേ, അതായത് നമ്മൾ കുറച്ച് നേരം പ്ലഗ് ചെയ്ത് ഓഫാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസമാണോ നിങ്ങൾ വീട്ടിൽ ക്യാമറ ഒക്കെ ഇരിക്കണം അത്ര ദിവസം ഇത് ഓണാക്കി വെച്ചുകൊണ്ടിരിക്കാൻ മതി. അത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ LED ബൾബ് കത്തുന്നത്ര കറണ്ട് അതിന് പോവുള്ളൂ. കാരണം ചെറിയ 5 വോൾട്ടിന് ചെറിയൊരു സാധനമാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ആൻബോൺ എനിക്ക് പരിചയമുള്ള കമ്പനിയാണ്. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതായത് ഒന്ന് വീട്ടിലും ഒന്ന് അതുപോലെ സ്റ്റുഡിയോയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വീട്ടിൽ വാങ്ങിയത് 30 ലിറ്ററിൻ്റെ ഏകദേശം അതിൻ്റെ പകുതി വലിപ്പമുള്ള 30 ലിറ്ററിൻ്റെ. കാരണം ഒരു ക്യാമറയും 2 ലെൻസൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. 2 ബോഡിയും 2-3 ലെൻസൊക്കെ അതിൽ പോകും. 30 ലിറ്ററിൽ തന്നെ പോകും. ഇതിലാണെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 4-5 ക്യാമറകളും ഒരു 8-10 ലെൻസുകളും നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ലെൻസുകൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡിയോക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലെൻസുകളും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഒരു ക്യാബിനും കൂടെ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി പെർഫെക്റ്റാണ്. ഇതിൽ കേട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കേട് വരാനുള്ള സാധനം ഇതിനുള്ളിൽ വരുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്ററാണ് കേട് വരാൻ പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതായത് നോർമലി ആൻബോൺ അല്ല, മറ്റ് ബ്രാൻഡുകളൊക്കെ വാങ്ങിയൊരു കേട് വരാനുള്ള സാധ്യത പറഞ്ഞാൽ ഇത് മാത്രമല്ല. ഇടിമിന്നലോ ഓവർ വോൾട്ടേജ് ഒക്കെ വന്നാൽ മാത്രം. എൻ്റേത് ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. 6 വർഷമായിട്ട് ഇപ്പോൾ അഡാപ്റ്റർ പോലൊരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും അത് ഓണാണ്. കാരണം അതിൽ ക്യാമറ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി രാവും പകലും ഓണാക്കിയിട്ട് തന്നെ ഓടുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിലാണ്. നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉള്ള സാധനം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോകുകയാണെങ്കിൽ ബോഡി ബിൽഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഗോദ്രേജിൻ്റെ സ്റ്റീൽ അലമാരി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ അടിപൊളി ബോഡി ബിൽഡിംഗ് ആണ്. ഗ്ലാസ് വരുന്നത് ടെമ്പേർഡ് ആയിട്ട് ഗ്ലാസ്സാണ്, നോർമൽ ഗ്ലാസ് അല്ല. പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് വരുന്നുണ്ട്. ഇതിൽ കണ്ട ലോക്ക് വരും. ഒരു സെറ്റ് ഓഫ് കീ ഉണ്ട്. ഈ കീ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാനൊക്കെ പറ്റും. 2 കീ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഈ ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ അതുപോലെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഒക്കെ കാണിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റിയാണ് ഇത് കീപ്പ് ചെയ്യുന്നത്, പുറത്തല്ല. ഉള്ളിലത്തെ ഹ്യൂമിഡിറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു നോബുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞ് ഓൺ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നോബ് തിരിച്ചിട്ട് ആ നോബ് നമുക്ക് ഹ്യൂമിഡിറ്റി കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. വർഷക്കാലം നല്ല തണുപ്പുള്ള കാലൊക്കെയാണെങ്കിൽ ഹ്യൂമിഡിറ്റി കുറച്ച് അതിൻ്റെ പവർ കുറച്ച് കൂട്ടി വെക്കേണ്ടത്. കാരണം ആ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി വലിച്ച് കളയാൻ വേണ്ടിയിട്ട്. നോർമലി ഡ്രൈ ആയിട്ടുള്ള വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചിട്ടാലും മതിയോ ഹ്യൂമിഡിറ്റി. അപ്പോൾ അതിന് വേണ്ടി ഒരു നോബുണ്ട്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ പ്ലഗ് ഇൻ ചെയ്യുക. ഉള്ളിൽ സാധനങ്ങളൊന്നും വെക്കാതെ ഓൺ ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി ഒരു മിഡിലാക്കിയിട്ട് ഓൺ ചെയ്തിട്ട് ഒരു 8 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ട് 40-45% ഒക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാമറ ലെൻസൊക്കെ വെക്കുകയാണെങ്കിൽ 40 to 50%, 45% ഒക്കെ ഹ്യൂമിഡിറ്റി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ഏറ്റവും കുറയുകയാണെങ്കിൽ വീണ്ടും കുറച്ച് കൊടുക്കുക. അതല്ല ഒരു 50-60% ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ദിവസം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും. കൂട്ടിയ ഉടനെ തന്നെ ഹ്യൂമിഡിറ്റി മാറൊന്നുമില്ല. കാരണം അത് വന്ന് വർക്ക് ചെയ്ത് ഉള്ളിൽ ഹ്യൂമിഡിറ്റി വലിച്ച് പുറത്തേക്ക് വിടുമ്പോഴാണ് ഡ്രൈ ആയിട്ട് വരുള്ളൂ. ഒരു 4-5 മണിക്കൂറിലും കഴിഞ്ഞാലേ ഹ്യൂമിഡിറ്റി കുറയുന്ന എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ സമയത്തും ഇത് തുറക്കുമ്പോൾ തന്നെ ഹ്യൂമിഡിറ്റി കൂടിയതായിട്ട് കാണിക്കും. കാരണം പുറത്തുള്ള എയറൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഹ്യൂമിഡിറ്റിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞോളും. അപ്പോൾ നമ്മളൊരു വർക്കിനൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ വിയർപ്പായിട്ടോ അല്ലെങ്കിൽ ചെറിയ മഞ്ഞോ ചെറിയ മഴത്തുള്ളികളൊക്കെ ക്യാമറയ്ക്ക് പറ്റുകയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ വേഗം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിനുള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ ഹ്യൂമിഡിറ്റിയോ പ്രശ്നങ്ങൾ നിങ്ങൾ വലിച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞോളും. അതുകൊണ്ട് തന്നെ ഫംഗസ് ഇല്ലാതെ നമുക്ക് ഒരുപാട് കാലം നമ്മളെ ക്യാമറയും ലെൻസൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ഈ 50 ലിറ്ററിൻ്റെ ഈ സാധനത്തിന് വരുന്നത് ഇതിലാണ് ഒരു 4-5 ക്യാമറ ലെൻസുകളൊക്കെ വെക്കാൻ പറ്റും. ഇതിന് വരുന്നതിന് ഏകദേശം 10,000 സംതിങ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. പ്രൈസിൻ്റെ പർച്ചേസ് ലിങ്കും ആമസോൺ ലിങ്കും അതുപോലെ നികുതി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. അതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു ക്യാമറ 2 ലെൻസോ അല്ലെങ്കിൽ 2 ക്യാമറയും 2-3 ലെൻസൊക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ പകുതി ഉള്ളത് മതിയാവും. 30 ലിറ്റർ 30 ലിറ്ററിനാണെങ്കിൽ 5,000 to 6,000 ഇടയിൽ വില കൊടുത്താൽ 30 ലിറ്റർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. 30 ലിറ്റർ അത് നിങ്ങൾ വാങ്ങിക്കഴിയുകയാണെങ്കിൽ നോർമലി ഇപ്പോൾ 5,000-6,000 നമ്മൾ മുടക്കുകയാണെങ്കിലും
നമ്മളൊരു ലെൻസ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ഇപ്പോൾ നിക്കോണിൻ്റെ കനോണിൻ്റെ ഒക്കെ ഒറിജിനൽ സെൻറ്ററിൽ സോണിൻ്റെ ഒക്കെ ഒറിജിനൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ സംഖ്യ വരും. ഇതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് ഒരു മാസമൊക്കെ ആയിട്ടൊക്കെ തിരിച്ചൊക്കെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ക്യാമറ മാത്രമല്ല കേട്ടോ, ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ഡ്രൈ ബോക്സിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. വീട്ടിൽ ഒരുപാട് കാലം ഇതിൻ്റെ പൂപ്പിൽ പിടിച്ചിരിക്കുന്ന ആധാരം, അതുപോലെ പൈസ, നോട്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനും ഇത് ഉപയോഗിക്കാം. കാരണം അത് ഹ്യൂമിഡിറ്റി വലിച്ച് പുറത്തേക്ക് വിടുന്നതുകൊണ്ട് തന്നെ അത് ഫ്രഷ് ആയിട്ട് എന്നും ഫ്രഷ് ആയിട്ട് ഇതിനുള്ളിൽ ഇരിക്കും ചെയ്യും. അപ്പോൾ ആൻബോണിൻ്റെ ഈ ഡ്രൈ ക്യാബിനറ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യായിട്ടുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുക ഡ്രൈ ക്യാബിനറ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൽ വരുന്നത് 3 ട്രൈ ആണ്. അത് 30 ലിറ്റർ ആണെങ്കിൽ ഒരു ട്രൈ മാത്രമേ രണ്ട് ഇതിലിപ്പോൾ 3 കള്ളി ഉണ്ടെങ്കിൽ 30 ലിറ്റർ 2 ട്രൈ കള്ളി മാത്രമാണ് വരിക. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു വേവ് രീതിയിലുള്ള ഫോം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ലെൻസൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് ലെൻസൊക്കെ നമുക്ക് ഇതിൽ സ്റ്റാക്ക് ചെയ്തൊക്കെ പറ്റിയ രീതിയിലാണ് ആ ഫോം വരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അങ്ങനെ കീപ്പ് ചെയ്യാം. അതുപോലെ താഴെ വരുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ്. ഇതിൽ ക്യാമറ ലെൻസൊക്കെ ഇതിലും വെക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ട്രൈ വേണമെങ്കിൽ നമുക്കിന് ഊരി എടുത്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇത് പൊക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തുള്ള ക്യാമറയോ സാധനങ്ങളോ അനുസരിച്ച് നമുക്ക് ഹൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റും. ക്യാമറയും ലെൻസ് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ പറ്റും. വളരെ ചെറിയ പവർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് പൈസ സേവ് ചെയ്ത് വരുന്ന, പ്രത്യേകിച്ച് നിങ്ങളടുത്ത് ഈവൻ ഒരു ലെൻസ് മാത്രം ഉള്ളെങ്കിൽ പോലും ഇത് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരാഴ്ച 2 ആഴ്ച മതി മാക്സിമം. അതല്ല ചെറിയ മഞ്ഞോ മഴത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിങ്ങനെ പെട്ടെന്ന് നമ്മളെ ഫംഗസ് വരാവുന്ന ഒരു സാധനമാണ് ക്യാമറ ലെൻസും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗമാണ് ആൻബോണിൻ്റെ ഇതുപോലത്തെ സിസ്റ്റം. അപ്പോൾ താഴെ കൊടുത്ത ലിങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.